ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ ജല്ല വഅല. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദ് വഅലാ ആലിഹി ത്വയ്യിബീന ത്വാഹിരീൻ വഅലാ അസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ലോകത്തുള്ള കോടാനകോടി ജനങ്ങൾ, ക്രൈസ്തവ സമൂഹം, അവർ തിരുപ്പിറവി ആഘോഷം സംഘടിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. കേക്ക് മുറിയും മെഴുകുതിരിയും അപ്പൂപ്പൻ താടിയും അതുപോലെ തന്നെ നക്ഷത്രം തൂക്കലും, അങ്ങനെ അവരുടെ ആഘോഷങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. മുസ്ലിങ്ങളായി നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവമായി കാണുന്ന, ദൈവപുത്രനായി കാണുന്ന യേശു, ജീസസ് എന്ന് പറയുന്ന ഈസ അലൈഹിസ്സലാം, അദ്ദേഹം ആരാണ്, എന്താണ്, ലോകത്തിന് നൽകിയിട്ടുള്ള സന്ദേശം എന്ത്, അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്നേഹവചനങ്ങൾ, സ്നേഹ ശുശ്രൂഷകൾ എന്തായിരുന്നു, സുവിശേഷം എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മഹാനായിട്ടുള്ള ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതാണ്ട് 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു. 600 വർഷങ്ങൾക്ക് മുമ്പ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം. ഇസ്രയേൽ സന്തതികൾ എന്ന് പറയുന്ന, ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ വംശപരമ്പര, കുടുംബം, മക്കൾ, അവരാണ് ഇസ്രയേൽ എന്നറിയപ്പെടുന്നത്, ഇസ്രയേൽ സന്തതികൾ എന്നറിയപ്പെടുന്നത്. ആ ഇസ്രയേൽ സന്തതികളിൽ അവസാനമായിട്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് യേശു അല്ലെങ്കിൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ ഭാഷ ഹീബ്രു എന്നായിരുന്നു. HEBREW എന്നറിയപ്പെടുന്ന ഹീബ്രു. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് മറിയം. അദ്ദേഹം പിതാവില്ലാതെയാണ് ജന്മം കൊണ്ടത്. തൊട്ടിലിൽ വെച്ച് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ലഭിച്ച വേദവാക്യത്തിൻ്റെ പേര് ഇഞ്ചീൽ എന്നുള്ളതാണ്. ഇന്നത് ബൈബിൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ഒന്ന്, അദ്ദേഹം പുതിയൊരു മതം ഉണ്ടാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ കടന്നു വന്നിട്ടുള്ള ഒരു പ്രവാചകനല്ല, അല്ലെങ്കിൽ പുതിയ ഒരു മതം സ്ഥാപിക്കുന്ന ഒരു മതസ്ഥാപകനല്ല അദ്ദേഹം. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു സ്വഫ് 61-ാം അധ്യായം അതിൻ്റെ 6-ാം സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇത് കാല ഈസ ഇബ്നു മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസ അലൈഹിസ്സലാം പറഞ്ഞു, യാ ബനി ഇസ്രായീൽ, ഇസ്രായീൽ സന്തതികളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള ദൈവദൂതനാകുന്നു, മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്, എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ട്, വമുബശ്ശിറൻ ബിറസൂലിൻ യഅ്തി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എൻ്റെ കാലശേഷം വരുന്ന അഹമ്മദ് എന്ന നാമമുള്ള
ആ ദൈവദൂതനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമായി കൊണ്ടാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത്. പക്ഷേ ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി കൊണ്ട് അഹമ്മദ് എന്ന നാമമുള്ള ആ പ്രവാചകൻ വന്നപ്പോൾ കാലു, അവർ പറഞ്ഞു, ഹാദാ സിഹ്റും മുബീൻ, ഇത് വ്യക്തമായിട്ടുള്ള ജാലവിദ്യയാകുന്നു എന്ന്. ഈ വിശുദ്ധ ഖുർആന്റെ സൂക്തത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് എന്ന് നമുക്ക് എണ്ണി പഠിക്കാം. ഒന്ന്, ഈസ അലൈഹിസ്സലാം പറയുകയാണ്, ഞാൻ നിങ്ങളിലേക്കുള്ള അഥവാ ബനൂ ഇസ്രായേലിലേക്കുള്ള ദൈവത്തിൻ്റെ ദൂതനാകുന്നു. ആ ദൈവത്തിൻ്റെ ദൂതനായ ഞാൻ എൻ്റെ മുമ്പ് പ്രവാചകനായി നിയോഗിക്കപ്പെട്ട മോശെ അല്ലെങ്കിൽ മൂസ അലൈഹിസ്സലാം, അദ്ദേഹത്തിന് നൽകപ്പെട്ട തൗറാത്ത്, തോറ, അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്നാണ് ഈ വിശുദ്ധ ഖുർആന്റെ സൂക്തത്തിൽ പറയുന്നത്. ഇത് മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായം 17-ാം സൂക്തത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ പറയുകയാണ്, നോക്കൂ, ബൈബിൾ എന്ന് പറയുന്ന, ഇഞ്ചീൽ എന്ന് പറയുന്ന, അതാണല്ലോ ബൈബിൾ എന്നറിയപ്പെടുന്നത്. ഒരുപാട് മാറ്റത്തിരുത്തലുകൾക്കും കൈകടത്തലുകൾക്കും വിധേയമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണത്. എന്നിട്ട് പോലും അതിൽ ചില സത്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. മത്തായിയുടെ 5-ാം അധ്യായം 17-ാം സൂക്തത്തിൽ പറയുകയാണ്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത് എന്നാണ്. അതാണ് അപ്പോൾ ഒരു പ്രവാചകന്റെ ദൗത്യമാണ് ആ സൂക്തത്തിൽ പറയുന്നത്. അതുപോലെ വ്യക്തമായി നബിയുടെ ദൗത്യമാണ് ആ വചനത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈസ അലൈഹിസ്സലാം ക്രിസ്ത്യൻ സമൂഹം, ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തെ അങ്ങനെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അതായത് ഈസ അലൈഹിസ്സലാം, യേശു എന്ന് പറയുന്ന ആ മഹാനായിട്ടുള്ള പ്രവാചകൻ, ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, മുസ്ലിങ്ങൾ എന്നാണല്ലോ. ഒരാൾ മുഅ്മിനാകണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കണം. അതായത് ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് വിശ്വസിക്കണം. അദ്ദേഹം പ്രവാചകനാണെന്ന് വിശ്വസിക്കണം. അദ്ദേഹം കർത്താവാണെന്ന് വിശ്വസിക്കരുത്. കർത്താവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആകാശഭൂമികളും പ്രപഞ്ചങ്ങളും കടലും അതുപോലെ പർവ്വതങ്ങളും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സൃഷ്ടിച്ചവൻ ആ സൃഷ്ടികർത്താവ് സർവേശ്വരനായിട്ടുള്ള ജഗന്നിയന്താവായിട്ടുള്ള അള്ളാഹുവാണ്. അത് ഈസ അലൈഹിസ്സലാം എന്ന് പറയുന്നത് വെറും പ്രവാചകനാണ്. അപ്പോൾ എന്നാണ് ക്രിസ്തു എന്ന് പറയുന്ന ക്രിസ്തു മതം എന്നുള്ളത് രൂപാന്തരപ്പെട്ടത്? അത് യേശു എന്ന് പറയുന്ന, ജീസസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തിരോധാനത്തിന് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം കടന്നു വന്ന പൗലോസ്, അദ്ദേഹമാണ് ഒരു ക്രിസ്ത്യൻ മതവിഭാഗമായി കൊണ്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹം കൊണ്ടുവന്നത് യേശുവിൻ്റെ അധ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം അതാണ്. മറ്റൊന്ന്, ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പുതിയ മതമല്ല എന്നുള്ളതാണ്. കാരണം തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ്, തോറയിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ടുള്ള സംഗതികളാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇഞ്ചീലിൽ പറഞ്ഞിട്ടുള്ളത്. 3, എൻ്റെ കാലശേഷം അഹ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ കടന്നു വരുമെന്ന് സുവിശേഷം, അതാണ് മുബശ്ശിറൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവനായി, സുവിശേഷം നൽകുന്നവനായി കടന്നു വരുമെന്നാണ്. തീർച്ചയായിട്ടും മുഹമ്മദ് നബിയെ കുറിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ആ പ്രഖ്യാപനം. സ്വഹീഹുൽ ബുഖാരിയിൽ 3532 വചനത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലീ ഖംസതു അസ്മാ, എനിക്ക് 5 നാമങ്ങളുണ്ട്. അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാൻ. മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വ അഹ്മദ്, രണ്ടാമത്തെ നാമം അഹ്മദ് എന്നാണ്.
അഹ്മദ് എന്ന് പറഞ്ഞാൽ കൂടുതലായി സ്തുതിയുള്ളവൻ എന്നാണ്. 3 വഅനൽ മാഹി അല്ലദീ യംഹുല്ലാഹു ബിയൽ കുഫർ, ഞാൻ മായ്ക്കുന്നവനാണ്, മാഹിയാണ്. അതായത് എന്നെ കൊണ്ട് അള്ളാഹു സത്യനിഷേധത്തെ മായ്ച്ചു കളയുന്നു എന്നുള്ളതാണ്. വഅനൽ ഹാഷിർ അല്ലദീ യഹ്ശുറു നാസു അലാ ഖദമി, ഞാൻ ഹാഷിറാണ്, ഒരുമിച്ച് ചേർക്കുന്നവൻ. അഥവാ ജനങ്ങൾ എൻ്റെ കാൽപാദത്തിൽ, അലാ ഖദം, കദമീറിന കാൽപാദം എന്ന്. പക്ഷേ അതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എൻ്റെ അസറുകൾ, എൻ്റെ സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നവൻ എന്നുള്ള അർത്ഥമുള്ള ഹാഷിർ എന്നാണ്. വഅനൽ ആഖിബ്, 5-ാമതായിട്ട് ആഖിബ് എന്നാണ് എൻ്റെ ഒരു നാമം. മുഹമ്മദ് നബിയുടെ ഒരു പേരാണിത്, ആഖിബ്. ആഖിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യം കുറിക്കുന്നവൻ, അവസാനത്തെ കണ്ണി എന്നർത്ഥം. അതായത് ഹദീസിൽ കാണാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണ്. ലാ നബിയ്യ ബഅദി, സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട്. എൻ്റെ കാലശേഷം മറ്റൊരു പ്രവാചകനില്ല. മുഹമ്മദ് നബിക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അവന് കുഫ്ർ സംഭവിച്ചു, അവന് സത്യനിഷേധം സംഭവിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ പറയുന്നു. അതാണല്ലോ 2 സത്യസാക്ഷ്യങ്ങൾ. അപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ തിരുദൂതരാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം അന്ത്യപ്രവാചകനാണ്. പിന്നീട് ഒരു നബിയില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. പിന്നീട് ആരെങ്കിലും നബിയാണ് എന്ന് പറഞ്ഞ് കടന്നു വന്നാൽ അവർ കള്ളപ്രവാചകന്മാരാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇഞ്ചീൽ എന്ന് പറയുന്ന ബൈബിൾ എന്ന് നമ്മൾ ഇപ്പോൾ ലോകം പറയുന്ന ആ ഗ്രന്ഥം ഒരുപാട് കൈകടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ടല്ലോ. അതുമാത്രമല്ല, അതിനു മുമ്പുള്ള തോറയിൽ, തൗറാത്തിൽ കൈകടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 3ഓളം സൂക്തത്തിൽ വളരെ വ്യക്തമായി കൊണ്ടത് പറയുന്നുണ്ട്. 5-ാം അധ്യായം 13-ാം സൂക്തത്തിൽ പറയുകയാണ്, യുഹർരിഫൂനൽ കലിമ അൻ മവാളിഹി, അവർ വാക്കുകൾ മാറ്റിമറിച്ചു, വേദവാക്യങ്ങൾ മാറ്റിമറിച്ചു, അതിൻ്റെ വാചക ഘടനകൾ പോലും ദുർവ്യാഖ്യാനം ചെയ്യുക മാത്രമല്ല, അതിൻ്റെ വാചക ഘടനകൾ മാറ്റിമറിച്ചു. പലതും മാറ്റിയിട്ട് പകരം സ്ഥാനത്ത്, അതിൻ്റെ സ്ഥാനത്ത് പലതും എഴുതി ചേർത്തു എന്നുള്ളതാണ്. ഏറ്റവും അധികം ബൈബിളിൽ ഏറ്റവും അധികം മാറ്റത്തിരുത്തലിന് വിധേയമാക്കിയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്, അവസാനമായിട്ട് ഈ യേശുവിന് ശേഷം മുഹമ്മദ് നബി അഹ്മദ് എന്ന പേരിൽ കടന്നു വരും എന്നുള്ള വിഷയമാണ്. ബൈബിളിൽ ഏറ്റവും കൂടുതൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുള്ള വിഷയം എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇപ്പോഴും അതിൽ കുറേ സത്യമുണ്ട് എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ, ചില സംഗതികൾ ഞാൻ ഈ സന്ദർഭത്തിൽ പറയാം. ഒന്ന്, അദ്ദേഹം ദൈവമല്ല, പ്രവാചകൻ മാത്രമാണ് എന്നുള്ളതാണ്. യോഹന്നാൻ 8-ാം അധ്യായം 42-43 സൂക്തത്തിൽ പറയുകയാണ്, യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. അതായത് കർത്താവ് അള്ളാഹു എന്നെ അയച്ചതാണ് എന്ന് യോഹന്നാനിൻ്റെ ഈ സുവിശേഷത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നടയെ സൂചിപ്പിക്കുകയുണ്ടായി, ഇസ്രയേലിലെ ഇസ്രായേൽ സന്തതികളിലെ അവസാനത്തെ നബിയായിരുന്നു. ഏറ്റവും കൂടുതൽ നബിമാർ വന്നിട്ടുള്ള സമൂഹം ആരെന്ന് ചോദിച്ചാൽ ഇസ്രയേൽ സമൂഹമാണ്. ആ സമൂഹത്തിൽ അവസാനത്തെ നബിയാണ് ആര്? യേശു, അല്ലെങ്കിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. അത് മത്തായിയുടെ 15-ാം അധ്യായം 24-ാം സൂക്തത്തിൽ പറയുന്നു, ഇസ്രയേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വചനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എന്താ? മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടും ഇന്നും ബൈബിളിൽ അദ്ദേഹം പ്രവാചകനാണ്, ദൈവമല്ല എന്ന് വ്യക്തമാക്കുന്ന വചനങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുകയാണ് 5-ാം അധ്യായം 75-ാം സൂക്തത്തിൽ, മൽ മസീഹു ഇബ്നു മറിയമ, മറിയമിന്റെ പുത്രനായിട്ടുള്ള ഈസാ മസീഹ് ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുലു,
അദ്ദേഹം ഇല്ലാ റസൂലൻ, ഒരു റസൂലല്ലാതെ മറ്റൊന്നുമല്ല, ദൈവദൂതൻ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബലിഹി റുസുലു, അദ്ദേഹത്തിന് മുമ്പും ദൈവദൂതന്മാർ കടന്നു പോയിട്ടുണ്ട്. വ ഉമ്മുഹു സിദ്ദീഖത്തുൻ, അദ്ദേഹത്തിന്റെ മാതാവ് സത്യസന്ധയാകുന്നു. കാന, അവർ രണ്ടുപേരും യഅ്കുലാനി ത്വആം, അതായത് മാതാവും പുത്രനും ഭക്ഷണം കഴിക്കുമായിരുന്നു. ഉൻളുർ കൈഫ നുബയ്യിനു ലഹുമുൽ ആയാത്ത്, നീ നോക്കുക അവർക്ക് നാം ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നത് എപ്രകാരമാണ് എന്ന്. പക്ഷേ സുമ്മൻളുർ അന്നാ യുഫകൂൻ, പിന്നെ നീ ചിന്തിക്കുക എങ്ങനെയാണവർ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത് എന്ന്. അപ്പോൾ ഈസാ അലൈഹിസ്സലാം ദൈവദൂതൻ മാത്രമാണ്, പ്രവാചകനാണ് എന്ന് ബൈബിളിലെ വാക്യങ്ങളിൽ പറയുന്നു, വിശുദ്ധ ഖുർആൻ പറയുന്നു. ബൈബിളിൽ ഒന്നല്ല കേട്ടോ, ഒരുപാട് വചനങ്ങളിൽ അദ്ദേഹം നബിയാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. ബാർലി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള 5 അപ്പങ്ങൾ ഉണ്ടായിരുന്നു. ആ 5 അപ്പങ്ങൾ 5000-ഓളം പേർക്ക് പിന്നെ വീതം വെച്ചിട്ടുള്ള വിളമ്പിയിട്ടുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. ആ അപ്പത്തിൻ്റെ കൂടെ മീനും നൽകി എന്നുള്ളതാണ്. ആ സംഭവം യോഹന്നാൻ്റെ 6-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ കാണാം. അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. കൃതജ്ഞതാ സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നന്ദി, അൽഹംദ് എന്ന് പറയുന്ന അതാണ്. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തിയായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം നിങ്ങൾ ശേഖരിക്കുവിൻ. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ടകൾ നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. യേശുവിനെ ചൂണ്ടിക്കാട്ടി പറയാൻ. അപ്പോൾ ഇങ്ങനെ എത്രയോ വചനങ്ങളിൽ അദ്ദേഹം പ്രവാചകനാണ് എന്ന് വന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇന്ന് ആളുകൾ എന്ത് ചെയ്യുന്നു? യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പിതാവെന്ന് പറഞ്ഞാൽ അവർ ദൈവമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യേശുവിനെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടുള്ള ആ വാക്യം എന്താണ്? ബൈബിളിൻ്റെ അന്തസത്തക്ക് നിരക്കുന്നതല്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, അവർ പ്രാർത്ഥിക്കുന്ന പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ദൈവമാണെന്ന് കരുതിക്കൊണ്ട് പിതാവെന്ന് വിളിക്കുന്ന യേശു, ആ യേശു തന്നെ സാക്ഷാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായം 39-ാം സൂക്തത്തിൽ കാണാനായിട്ട് കഴിയും. യേശു അല്പം മുന്നോട്ട് അല്പം മുമ്പോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാണ് ഇതിൽ കാണുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഏകദൈവ വിശ്വാസം, തൗഹീദ്, അതാണല്ലോ സെമിറ്റിക് മതങ്ങളുടെ അടിസ്ഥാനം. വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനവും ഏകദൈവ വിശ്വാസമാണല്ലോ. ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് കഴിയും. ആവർത്തന പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 8-ാം സൂക്തത്തിൽ പറയുന്നു, വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമ നീ ഉണ്ടാക്കരുത്. അവയെ നമസ്കരിക്കരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുത്. ഇത് ആവർത്തന പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 8-ാം സൂക്തത്തിലുള്ളതാണ്. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ഉണ്ടാക്കുകയും അവയെ ആരാധിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തിരുന്ന ആസർ എന്ന് പറയുന്ന ഇബ്രാഹിമിൻ്റെ പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ലോ, യാ അബതി, എൻ്റെ പൊന്നു പിതാവേ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, കാണാനും കേൾക്കാനും കഴിയാത്ത, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഈ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും എന്തിനാണ് അങ്ങ് ആരാധിക്കുന്നത് എന്ന് ചോദിച്ചല്ലോ. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഹജ്ജ് 22-ാം അധ്യായം അതിൻ്റെ 30-ാം സൂക്തം അതിൽ പറയുകയാണ്, ഫജ്തനിബുർ റിജ്സ മിനൽ ഔസാൻ, ബിംബവിഗ്രഹങ്ങൾ, ബിംബങ്ങളും വിഗ്രഹങ്ങളുമാകുന്ന മാലിന്യങ്ങൾ നിങ്ങൾ വർജിക്കുക. അത് വജ്തനിബു ഖൗല സൂർ, അതുപോലെ അനാവശ്യ വാക്കുകൾ
കള്ള സാക്ഷ്യങ്ങൾ അത് നിങ്ങൾ വെടിയുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഏകദൈവ വിശ്വാസം 72-ാം അധ്യായം സൂറത്തുൽ ജിന്ന് അതിൻ്റെ 18-ാം സൂക്തത്തിൽ അല്ലാഹു തആല പറയുകയാണ്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. നിശ്ചയം പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അവനോടുകൂടെ നിങ്ങൾ ഒരാളെയും വിളിച്ച് ദുആ ചെയ്യരുത്, പ്രാർത്ഥിക്കരുത് എന്നാണ്. അതേ അധ്യായം 20-ാം സൂക്തത്തിൽ പറയുകയാണ്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി ഷൈആ. പറയുക പ്രവാചകരെ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. അപ്പം ഇങ്ങനെയുള്ള ഏകദൈവ വിശ്വാസം അതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുള്ള ബൈബിളിൽ അനവധി വചനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ നോക്കൂ, മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 10-ാം സൂക്തത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇനി ഈ യേശു ലോകത്തോട് പറഞ്ഞ സന്ദേശം അദ്ദേഹം സ്വയം നിർമ്മിച്ചുണ്ടാക്കിയതോ? ദൈവമാണെങ്കിൽ സ്വന്തം വചനങ്ങളാകണ്ടേ? പക്ഷേ ദൈവമല്ല, അദ്ദേഹം പ്രവാചകനാണ് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അദ്ദേഹം പറയാൻ, ഞാൻ സ്വന്തം ഇഷ്ടമനുസരിച്ചല്ല, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ യേശു സ്വന്തം ഇഷ്ടം അനുസരിച്ചല്ല ഇതൊക്കെ പറയുന്നത് ചെയ്യുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ സന്ദേശങ്ങളാണ് എന്നുള്ളതാണ്. യോഹന്നാൻ 5-ാം അധ്യായം 19-ാം സൂക്തത്തിൽ പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ ഇത് കാണാം. സൂറത്തുൻ നജ്മ് 53-ാം അധ്യായം അതിൻ്റെ 3-4 സൂക്തങ്ങളിൽ, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇച്ഛക്കനുസരിച്ചുകൊണ്ട് സംസാരിക്കുകയില്ല. ദിവ്യ സന്ദേശം വഹ്യ് അത് അടിസ്ഥാനമാക്കിയാണ് അവിടെ നിന്ന് സംസാരിക്കുക എന്നാണ്. ഇങ്ങനെ ഏകദൈവ വിശ്വാസത്തെ അടിവരയിട്ടുകൊണ്ടുള്ള പ്രസ്താവനകൾ നമുക്ക് ബൈബിളിൽ കാണാം. എന്ന് മാത്രമല്ല, ഇപ്പോൾ വിഗ്രഹം പാടില്ല എന്നുള്ള സൂക്തം നമ്മൾ പറയുകയുണ്ടായി. സകാത്ത് മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ സമ്പത്തുള്ള ആളുകൾ, നിശ്ചിതമായിട്ടുള്ള പരിധി എത്തിയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? സകാത്ത് കൊടുക്കണം. അത് കച്ചവടമാണെങ്കിലും മറ്റുള്ള വരുമാനങ്ങളാണെങ്കിലും കൃഷിയാണെങ്കിലും ഒക്കെ അത് നിർബന്ധമാണ്. ബൈബിളിൽ പറയുന്നു, ആണ്ടുതോറും നിലത്ത് വിതച്ചുണ്ടാക്കുന്ന എല്ലാ വിളവിലും ദശാംശം എടുത്തു വെക്കണം. ആവർത്തന പുസ്തകത്തിൻ്റെ 14-ാം അധ്യായം 22-ാം സൂക്തം വിശുദ്ധ ഖുർആൻ പറയുന്നു, വആതു ഹഖ്ഖഹു യൗമ ഹസ്വാദിഹി. നിങ്ങൾ കൃഷി കൊയ്യുന്ന ദിവസം ഉണ്ടല്ലോ, വആതു ഹഖ്ഖഹു, നിങ്ങൾ അതിൻ്റെ അവകാശം നൽകുക. യൗമ ഹസ്വാദിഹിന, കൊയ്തെടുക്കുന്ന ദിവസം തന്നെ. ഇപ്പം നെല്ലൊക്കെ നമ്മൾ കൊയ്ത് അത് മെതിച്ച് ആ നെല്ലിങ്ങോട്ട് ചാക്കിലാക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ അതിൻ്റെ സകാത്ത് കൊടുക്കണം എന്നാണ്. കുരുമുളക്, തേങ്ങ, അതുപോലെ കപ്പ, അതുപോലെ എന്തൊക്കെയാണോ കാർഷികോൽപ്പന്നങ്ങളായി നമ്മൾ വിളവെടുക്കുന്നത് അതിന് സകാത്ത് കൊടുക്കണമെന്ന അതേ കാര്യമാണ് ബൈബിളിലെ ആവർത്തന പുസ്തകത്തിൻ്റെ 14-ാം അധ്യായം 22-ാം സൂക്തത്തിൽ പറയുന്നത്. നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, ഹിജറ മാസത്തിൽ റമദാൻ എന്ന് പറയുന്ന മാസം വന്നു കഴിഞ്ഞാൽ വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ ഒരു മാസം തുടർച്ചയായിട്ട് നോമ്പനുഷ്ഠിക്കണം. ബൈബിളിൽ പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ നോമ്പിന് പറഞ്ഞിട്ടുള്ള പ്രയോഗം ഉപവാസം എന്നാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ നോമ്പ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപട ഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യരെ കാണിക്കേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അപ്പോൾ നോമ്പിനെ കുറിച്ചുള്ള പരാമർശമാണ്. ഖുർആനിൽ അതുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. 2-ാം അധ്യായം 183-ാമത്തെ സൂക്തം. നിങ്ങൾ നോക്കൂ, ശവം തിന്നൽ
ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതേ കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. അത് ഇപ്രകാരം നമുക്ക് വായിക്കാം: താനേ ചത്ത് ഒന്നിനെയും ഭക്ഷിക്കരുത്. ആവർത്തന പുസ്തകം 14:21. അപ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത, നിശ്ചയം നിങ്ങൾക്ക് ശവം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ശവം നിഷിദ്ധമാണ്. അതുപോലെ പന്നിമാംസം കഴിക്കാൻ പാടില്ല എന്ന് ആവർത്തന പുസ്തകത്തിന്റെ 14-ാം അധ്യായം 8-ാം സൂക്തത്തിൽ പറയുന്നു. പന്നി അത് കുളമ്പു പിളർന്നതെങ്കിലും അയവിറക്കുന്നില്ല, അത് നിങ്ങൾക്ക് അശുദ്ധം, ഇവയുടെ മാംസം തിന്നരുത്. ഇതാണ് ആവർത്തന പുസ്തകത്തിലെ 14-ാം അധ്യായം 8-ാം സൂക്തത്തിലെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹ്മൽ ഖിൻസീർ. ശവം, രക്തം, പന്നിമാംസം നിങ്ങൾക്ക് നിഷിദ്ധമത്രേ എന്നാണ് ഖുർആൻ പറയുന്നത്. നമുക്കറിയാം, ഇസ്ലാമിക സമൂഹത്തിലെ ചേലാകർമ്മം ചെയ്യുക എന്നുള്ളത്, ലിംഗാഗ്രം ഛേദിക്കുക എന്നുള്ളത്, പിന്നെ ലിംഗപരിച്ഛേദനം നടത്തുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അത് ബൈബിളിൻ്റെ നിയമങ്ങളിൽ പറയുന്നുണ്ട്. അബ്രഹാം പ്രവാചകനോട് ചേലാകർമ്മത്തെപ്പറ്റി ദൈവത്തിൻ്റെ കൽപ്പന ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം. അതെന്താണ്? നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും, അതായത് പുരുഷന്മാർ, പരിച്ഛേദനയേൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിൻ്റെ അടയാളം ആകും. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വചനങ്ങൾ പറയുന്നത്. അബ്രഹാമിൻ്റെ പുത്രനായിട്ടുള്ള ഇഷ്മയേലിനെ അടക്കം എല്ലാവരുടെയും അഗ്രചർമ്മത്തെ പരിച്ഛേദന കഴിച്ചതായിട്ട് ഇതേ ഉൽപ്പത്തി അതിൻ്റെ 17 മുതൽ ഈ 17-ാം അധ്യായത്തിലെ 23-ൽ കാണാനായിട്ട് കഴിയും. യേശു ക്രിസ്തു, ജീസസ് എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ജന്മം കൊണ്ട് 8 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സുന്നത്ത് കഴിച്ചതായി, അല്ലെങ്കിൽ ചേലാകർമ്മം നിർവഹിക്കപ്പെട്ടതായി ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 21-ൽ കാണാൻ വേണ്ടി കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് സഹീഹുൽ ബുഖാരിയിൽ 5891, സഹീഹ് മുസ്ലിമിൽ 257 വചനങ്ങളിൽ കാണാം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ ഫിത്റതു ഖംസുൻ, മനുഷ്യന് ചെയ്യേണ്ടതായ പ്രകൃതിപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് 5 എണ്ണമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ 10 എണ്ണാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് ബുഖാരിയുടെ നിവേദനം തന്നെയാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അൽ ഖിതാൻ, ഒന്നാമതായി പറയുന്നത് ഈ ചേലാകർമ്മം ചെയ്യുക എന്നുള്ളതാണ്. വൽ ഇസ്തിഹ്ദാദ്, പ്രൈവറ്റ് പാർട്ടിലുള്ള രോമങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. വകസ്സു ഷാരിബ്, മീശ വെട്ടുക എന്നുള്ളതാണ്. വതഖലീമുൽ അൽഫാർ, നഖം മുറിക്കുക എന്നുള്ളതാണ്. വനതുഫുൽ ആബാത്ത്, കക്ഷങ്ങളിലെ രോമങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒട്ടനവധി നമുക്ക് ഇസ്ലാമിക നിയമങ്ങളുമായി സമരസപ്പെടുന്ന, ഇസ്ലാമിൻ്റെ തത്വസംഹിതകളുമായിട്ട് താതാത്മ്യം പുലർത്തുന്ന ഒട്ടനവധി സംഗതികൾ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ ബൈബിള് നമ്മൾ സൂചിപ്പിച്ചല്ലോ, അതിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട് എന്ന്. അതിൽ നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത വിശ്വാസം ക്രൈസ്തവ സമൂഹം വെച്ചു പുലർത്തുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അവര് ദൈവമായി കാണുന്നു. നമ്മൾ സവിസ്തരം അത് പ്രതിപാദിച്ചു. അദ്ദേഹം ദൈവമല്ല, പ്രവാചകനാണ്, റസൂല് മാത്രമാണ്. അവർ പറയുന്നു ദൈവപുത്രനാണ് എന്ന്. സത്യത്തിൽ എന്തുകൊണ്ടാണ് ദൈവപുത്രൻ എന്ന് പറയുന്നത് അറിയോ? ദൈവത്തിൻ്റെ കാരുണ്യം പാപികളായി നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദൈവത്തിന് പുത്രനുണ്ടെങ്കിൽ
ആ പുത്രനോട് പിന്നെ ഒരു റെക്കമെൻഡിലൂടെ, ശുപാർശയിലൂടെ ദൈവത്തിലേക്ക് അടുക്കാം. അതുകൊണ്ടാണ് ദൈവത്തിന് പുത്രൻ ഉണ്ട് എന്നുള്ള വാദം തന്നെ വന്നത്. പരിശുദ്ധ ഖുർആൻ പറയാൻ അവർ പറയുന്നു പരമകാരുണികന് സന്തതിയുണ്ട് എന്ന്. പരമകാരുണികന് സന്തതിയുണ്ട് എന്ന് പറയുന്നത് ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദാ, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്ന വാദം. അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദാ, നിങ്ങൾ വമ്പിച്ച ഒരു കാര്യമാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നാശം വിതക്കുന്ന വമ്പിച്ചൊരു കാര്യം, അതാണ് ഇദ്ദൻ എന്ന് പറഞ്ഞാൽ. ആ വമ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലമായി കൊണ്ട് എന്തുണ്ടാകും? തകാദു സമാവാതു യതഫത്തർന മിൻഹു, ആകാശം പൊട്ടിപ്പിളരുമാറാകും. വതൻഷഖുൽ അർളു, ഭൂമി വിണ്ടുകീറുമാറാകും. വതഖിറുൽ ജിബാലു ഹദ്ദാ, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാറാകും. റഹ്മാനി വലദ, എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഇതുപോലെയുള്ള ഗുരുതരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്? അത് അവർ വാദിച്ചതിനാൽ, ലിർറഹ്മാനി, പരമകാരുണികന്, വലദൻ, സന്തതി ഉണ്ടെന്ന്. അപ്പോൾ പരമകാരുണികന് സന്തതി ഉണ്ടെന്ന് വാദിച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക. വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, പരമകാരുണികന് ഒരിക്കലും തന്നെ സന്താനത്തെ സ്വീകരിക്കുക എന്നുള്ളത് അനുയോജ്യമാവുകയില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ. അപ്പോൾ ലോകത്ത് ആളുകൾ ക്രിസ്മസ് ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, തിരുപ്പിറവി ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ കുരിശിലേറ്റപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ, സത്യത്തിൽ എന്തിനാണ് കുരിശിലേറ്റപ്പെട്ടത് എന്നാണ് അവരുടെ വിശ്വാസം. പാപം ഏറ്റെടുത്തുകൊണ്ടാണ്. ഏത് പാപം? ആദിപാപം. ആദിപാപം എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തിൽ നിന്ന് ആദം അലൈഹിസ്സലാമും ഹവ്വാ ഉമ്മയും പഴം ഭക്ഷിച്ചു എന്നുള്ളതാണ്. ആ പാപം പാപം പൊറുക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചല്ലോ. അതാണല്ലോ റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്നുള്ളത്. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ അക്രമം ചെയ്തു പോയിരിക്കുന്നു, അതുകൊണ്ട് നീ ഞങ്ങളോട് കരുണ ചെയ്യണം, ഞങ്ങൾക്ക് പുറത്തു തരണം, അല്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്നുള്ളത്. അത് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. 2-ാം അധ്യായം 37-ാം സൂക്തത്തിൽ ഫതാബ അലൈഹി, അദ്ദേഹത്തിൻ്റെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ആ പാപം, ഇനി പാപം, ഒരാളുടെ പാപം മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? അതാണ് ഇസ്ലാമിക വിശ്വാസവും ക്രൈസ്തവ തത്വശാസ്ത്രങ്ങളും തമ്മിലുള്ള വ്യതിരക്തത എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഒന്ന് നമ്മൾ പറഞ്ഞു സന്താനം ആണ് എന്നുള്ളത്. മറ്റൊന്ന്, ഒരാളുടെ പാപഭാരം മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. ക്രിസ്തു അദ്ദേഹം എല്ലാവരുടെയും പാപം അല്ലെങ്കിൽ ആദ്യ പാപം ഏറ്റെടുത്തു എന്നുള്ള തത്വം തെറ്റാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്ത് ഫാത്തിർ 18-ൽ പറയുന്നു, വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ, ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല. വിശുദ്ധ ഖുർആന്റെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മിന്റെ 38-39 സൂക്തം അതെല്ലാവരും ഹൃദയത്തിൽ കുറിച്ച് വെക്കണം, എല്ലാവരും മനസ്സിൽ കുറിച്ച് വെക്കണം. എന്താണത്? വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ, അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ, ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല. മകൻ അനുഷ്ഠിച്ച തിന്മ, അതിൻ്റെ ആ പാപഭാരം പിതാവ് വഹിക്കുകയില്ല. പിതാവ് ചെയ്തിട്ടുള്ള ക്രൂരത, അതിൻ്റെ പാപഭാരം മകൻ വഹിക്കുകയില്ല. വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ, മനുഷ്യന് അവൻ പ്രയത്നിച്ചത് മാത്രമായിരിക്കും, അവൻ അധ്വാനിച്ചതിൻ്റെ കൂലിയായിരിക്കും അവനുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്രൈസ്തവ വിശ്വാസം എന്ന് പറഞ്ഞ പാപമൊക്കെ യേശു ഏറ്റെടുത്തുന്ന ഇത് മുഹിയദ്ദീൻ മാലയിൽ കാണാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഹിയദ്ദീൻ മാലയിൽ എന്താ പറയുന്നത്? എൻ്റെ മുരീദാരും നരകത്തിലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. ഷെയ്ഖ് മുഹിയദ്ദീൻ അവരുടെ മുരീദായി കഴിഞ്ഞാൽ പിന്നെ ആ മുരീദാരും നരകത്തിലില്ല
എന്ന് നരകത്തിന് കാക്കുന്ന മലക്ക് പറഞ്ഞു എന്നുള്ളതാണ്. ഇനിയോ ആ മുരീദ് എന്ന് പറഞ്ഞാൽ നല്ലവരാകണമെന്നില്ല. എൻ്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചെന്നോവർ. നല്ലവരായിക്കൊള്ളുന്നൊന്നുമില്ല, പക്ഷേ മുഹ്യിദ്ദീൻ ഷെയ്ഖ് നല്ലവനാണ് എന്ന് ചൊല്ലിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഏതായിരുന്നാലും മുഹ്യിദ്ദീൻ മാലയിലെ ഈ വിശ്വാസവും ക്രൈസ്തവ വിശ്വാസവും ഒന്നാണ്. പക്ഷേ ഇസ്ലാമിക വിശ്വാസം ഘടകവിരുദ്ധമാണ്. നമ്മൾ ചെയ്ത പാപം നമ്മൾ വഹിക്കേണ്ടി വരും. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് എന്താ പറഞ്ഞത്? യാ ഫാത്തിമത്ത് ബിൻത് മുഹമ്മദ്, മുഹമ്മദിന്റെ പുത്രി ഫാത്തിമ, അൻകിദി നഫ്സകി മിനൻ നാർ, നീ നിന്റെ തടിയെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക എന്ന് സഹീഹ് മുസ്ലിമിലെ 204-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈസാ അലൈഹിസ്സലാം, ജീസസ്, അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല. ഉറച്ച വിശ്വാസത്തോടുകൂടെ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. 4-ാം അധ്യായം 157 പറയാണ്, വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയമ, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാം, അദ്ദേഹത്തെ നാം കൊന്നു എന്നുള്ള അവരുടെ വാക്ക്. വമാ ഖതലൂഹു, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. വമാ സ്വലബൂഹു, അവരദ്ദേഹത്തെ ക്രൂശിലേറ്റിയിട്ടുമില്ല. കുരിശിൽ തറച്ച പടം നിങ്ങൾ കണ്ടിട്ടില്ലേ എല്ലാ ഭാഗത്തും? എന്നാൽ യേശുവിനെ കുരിശിൽ തറച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആന്റെ 4-ാം അധ്യായം 157 പറയുകയാണ്. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് സാദൃശ്യമാക്കപ്പെടുകയാണ്, തിരിച്ച് അറിയപ്പെടാതെ പോയിരിക്കുകയാണ് അവർക്ക് എന്നാണ്. അതാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു, അവർ എന്തെന്നിലാണോ അഭിപ്രായ വ്യത്യാസമുള്ളത് ആ സംശയത്തിൽ തന്നെയാണ് അവർ. മാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലത്തിബാഅ ളന്ന്, അവർ ഊഹത്തെ മാത്രമാണ് പിൻപറ്റുന്നത്, ഒരറിവും അതുമായി ബന്ധപ്പെട്ടവർക്കില്ല. വമാ ഖതലൂഹു യഖീനാ, ഉറപ്പിച്ച അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം, ആ ജൂതരാഷ്ട്രത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്നത് ആരാ പറയൂ? ക്രിസ്ത്യൻ സമൂഹം അല്ലേ? പക്ഷേ ക്രിസ്ത്യൻ സമൂഹം ദൈവമായിട്ടും ദൈവപുത്രനായിട്ടും പരിശുദ്ധാത്മാവുമായിട്ടും ഒക്കെ കാണുന്ന ഈസാ അലൈഹിസ്സലാം, ആ ഈസാ അലൈഹിസ്സലാമിനെ ജാരസന്തതി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ ഈസാ അലൈഹിസ്സലാമയുടെ മാതാവ് മറിയമിനെ വേശ്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാം അധ്യായം 156 പറയുകയാണ്, വബികുഫ്രിഹിം, അവരുടെ സത്യനിഷേധം നിമിത്തം, വഖൗലിഹിം, അവരുടെ വാക്ക്, അലാ മറിയമിന്റെ മേൽ, ബുഹ്താനൻ അലീമ, വമ്പിച്ച പാപമാകുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഒന്ന്, ഈസാ അലൈഹിസ്സലാം ജാരസന്തതിയാണ് എന്നുള്ള അപവാദ ആരോപണം നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ യഹൂദ വിഭാഗമാണ്. അതുപോലെ തന്നെ മറിയം വേശ്യയാണെന്ന് പറഞ്ഞതും അവരാണ്. പക്ഷേ അതൊക്കെ മറന്ന് ഇന്ന് പാവപ്പെട്ട ജനങ്ങളുടെ മേൽ അവരുടെ ഭൂമി, അവരുടെ വീട്, അവരുടെ സ്വത്ത്, അവരുടെ അഭിമാനം, ഇതൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് അവർ ഒറ്റക്കെട്ടായിരിക്കുകയാണ്. ഒരു സംഗതി കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് മഹാനായിട്ടുള്ള ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെ ചില പ്രത്യേകതകൾ, ചില അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്. അത് 3-ാം അധ്യായം 49 പറയുന്നുണ്ട്. അതിൻ്റെ ദൈർഘ്യം ഭയന്നുകൊണ്ട് ആയത്തോതുന്നില്ല. അതായത് കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിലൂതുകയാണ്. അതിലൂതിയപ്പോൾ ഫയകൂനു ത്വയ്റ, അപ്പോൾ അത് ആ പക്ഷിയാകുന്നു. എങ്ങനെ? ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ കഴിവുകൊണ്ടാണോ? അല്ല, ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരമാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ്. അതുപോലെ പാണ്ടുള്ളവൻ്റെ പാണ്ട് മാറ്റുന്നു, അന്ധൻ്റെ അന്ധത മാറ്റുന്നു, വഉഹ്യിൽ മൗത, മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു.
എങ്ങനെയാണ് ഈസാ അലൈഹി ഇസ്ലാം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചത്? ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം. അത് വ്യക്തമായി മനസ്സിലാക്കുക. എന്നിട്ട് പറയാണ് ഉനബ്ബിഉകും ബിമാ തഅകുലൂൻ, നിങ്ങൾ ഭക്ഷിക്കുന്നത്, നിങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷിച്ചതായിരിക്കാം, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ വമാ തദ്ഖിറൂന ഫീ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ സ്വരൂപിച്ചു വെക്കുന്നത് എന്ത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന് അദ്ദേഹം ജനങ്ങളോട് പറയുന്നുണ്ട്. അതെങ്ങനെയാ? അള്ളാഹുവിൻ്റെ പ്രത്യേകം അനുവാദപ്രകാരം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രശ്നമെന്ത് എന്ന് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അതിൽ നമുക്ക് യോജിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ക്രൈസ്തവ സമൂഹത്തെ വിശുദ്ധ ഖുർആൻ അഹ്ലുൽ കിതാബ്, വേദം നൽകപ്പെട്ട വിഭാഗം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒട്ടനേകം കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് ചുരുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് മുഅ്മിനായി ജീവിച്ച് മുന്നോട്ട് പോകാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ മരണമടയുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.